എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. എല്ലാവർക്കും നമ്മുടെ സ്കിന്നൊക്കെ അപ്പോൾ സോറി ഇതിൻ്റെ ഇടയ്ക്ക് ആരോ എനിക്കൊരാൾ മെസ്സേജ് അയച്ചായിരുന്നു. ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. ചേച്ചി സ്കിൻ എന്തിനാണ് ഈ വെളുക്കണം എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇതൊന്നും വിളിച്ചില്ല. അവർ ഭയങ്കര ഒരു റൂട്ട് ടൈപ്പില് എന്തിനാണ് സ്കിൻ വെളുക്കണം എന്ന് പറയുന്നത്, എന്തിനാണ് ആ ഒരു തോട്ട് മനുഷ്യർക്കുള്ളിൽ കുത്തിവെക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, വെളുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു സാധനം മാത്രമാണ്. അല്ലാതെ വെളുത്തിരുന്നെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എങ്കിലും വെളുക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതെനിക്കറിയാവുന്ന കാര്യമാണ്. പേഴ്സണലി ഞാനും ഒരു പെണ്ണാണ്, എനിക്കും കുറച്ച് കളറൊക്കെ ഉള്ളതാണ് ഇഷ്ടം. നമ്മൾ ഒന്ന് ഡള്ളായാൽ തന്നെ നമുക്ക് എന്ത് ഭയങ്കര ഫീലിങ്സ് ആണ്. അയ്യോ സ്കിന്ന് ഡള്ളായാലോ എന്ന് ഭയങ്കര ഫീലിങ്സ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്ക്, സ്കിന്നിലുണ്ടാകുന്ന കരുവാളിപ്പ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സമ്മർ സീസണിൽ ഭയങ്കര വെയിലാണ് അല്ലേ. വെയിലിൽ ഒന്ന് പുറത്ത് പോയിട്ട് വന്നാൽ മതി, ഫുള്ള് സ്കിന്നും ടാൻ ആകും. പ്രത്യേകിച്ചും കരുവാളിപ്പ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ടാന് കറുത്ത കരുവാളിപ്പ് പോലെ മുഖം ഫേസ് ഫുള്ളായിട്ട് പടരും. ഒരുപാട് താമസിച്ച് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കെയർ ചെയ്യുവാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് മാറുമില്ല. അതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഡെയിലി ഇത് ചെയ്യണമെന്നൊന്നുമില്ല, ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എസ്പെഷ്യലി കരുവാളിപ്പുള്ളവർക്കാണ് ഇത് വളരെയധികം ഗുണം ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞതുപോലെ ആവാരംപൂ വെച്ചിട്ടുള്ള ഒരു പാക്കാണിത്. ആവാരംപൂവിന്റെ ഗുണങ്ങൾ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ലോസിന് സഹായിക്കും, നമ്മുടെ സ്കിന്നിന്റെ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും, നമ്മുടെ ബ്ലഡിലൊക്കെ ഉള്ള അഴുക്കുകൾ, ശരീരത്തിലുള്ള അഴുക്കുകളൊക്കെ മാറ്റി സ്കിൻ ടോൺ നല്ലതായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആവാരംപൂ ടീ നിങ്ങൾ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. ഒരുപാട് പേർക്ക് ആവാരംപൂ ടീ അറിയില്ല. ഞാൻ കാണിച്ചു തരാം ആവാരംപൂ എന്താണെന്നുള്ളത്. ആവാരംപൂ ടീ എന്നുള്ളത് വെറും വെള്ളം തിളപ്പിച്ച് അതിനകത്ത് കുറച്ച് ആവാരംപൂ ഇട്ട് അടച്ചു വെച്ച് അരിച്ച് കുടിക്കാവുന്നതാണ് ആവാരംപൂ ടീ എന്ന് പറയുന്നത്. അതിൽ ഹണി യൂസ് ചെയ്യാം. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞുള്ള കാര്യമാണ്. എങ്കിലും ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടായിരിക്കുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഹണിയോ യൂസ് ചെയ്ത് വേണമെങ്കിൽ ഒരു ഹാഫ് ലെമൺ കൂടെ പിഴിഞ്ഞൊഴിക്കാം. കുടിച്ച് നമ്മൾ ഇൻടേക്കും വേണം, നമ്മുടെ വെളിയിലും കെയർ വേണം. ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ്, പ്രോപ്പർ എക്സർസൈസ്, നമ്മുടെ ഇൻടേക്ക്, നമ്മൾ ഫേസിൽ കൊടുക്കുന്ന പാക്സ്, ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നതാണ് ഒരാളുടെ ടോട്ടൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിൽ ഡയറ്റ് ഉണ്ട്, എക്സർസൈസ് ഉണ്ട്, സ്കിൻ കെയർ ചാലഞ്ചസ് ഉണ്ട്, ഹെയർ കെയർ വീഡിയോസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചെയ്യണം. അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്താലൊന്നും നടക്കില്ല. അപ്പൊ നമുക്കിന്ന് ആവാരംപൂ വെച്ചിട്ടുള്ള കരുവാളിപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള, പ്രത്യേകിച്ചും ഈ സമ്മർ സീസണിൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു പാക്കാണിത്. നിങ്ങൾ ആദ്യം പോയ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരും, അതിനുശേഷം ഞാൻ പറയാം. ആദ്യം നമ്മുടെ ഈ ആവാരംപൂ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ആവാരംപൂ കാണിച്ചു തരാം. ദേ ഇതുപോലുള്ളൊരു ഫ്ലവറാണ് ആവാരംപൂ എന്ന് പറയുന്നത്. പലർക്കും ഡൗട്ടുണ്ട് ഇത് കൊന്നപ്പൂവാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൂവാണോ. അതൊന്നുമല്ല, ആവാരംപൂവാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ആവാരംപൂ. ഞാൻ നല്ലൊരു ആവാരംപൂവിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ നോക്കി വാങ്ങിക്കണം എന്നുള്ളവർക്ക് വാങ്ങിക്കാം. നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ ഓൾറെഡി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെയൊക്കെ കയ്യിൽ ആവാരംപൂ ഉണ്ട്. ആവാരംപൂ എന്ന് പറയുന്നത് സ്കിന്നിനും നമ്മുടെ വെയിറ്റ് ലോസിനും നമ്മുടെ ശരീരത്തിലുള്ള മറ്റു പല അസുഖങ്ങൾക്കും സഹായിക്കുന്ന ഒന്നാണ് ആവാരംപൂ. ആവാരംപൂ ടീ ഇട്ട് കുടിക്കുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഓക്കെ, ഈ ആവാരംപൂ മിക്സിയിൽ വെച്ച് പൊടിച്ചെടുത്തതാണിത്. നല്ല പോലെ പൊടിയാക്കി എടുക്കാം. വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻ്റ് ആണ്, പക്ഷേ റിസൾട്ട് നല്ല സൂപ്പർ റിസൾട്ടുമാണ്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ കാച്ചാത്ത പാല്, കാച്ചിയ പാലല്ല, കാച്ചാത്ത പാല് 1 സ്പൂൺ ഒഴിക്കാം. 1 സ്പൂൺ റോസ് വാട്ടർ എടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതെടുക്കുക, ആവാരംപൂ എടുക്കുന്നത് നിങ്ങളുടെ മുഖത്തിനനുസരിച്ച്, നമ്മുടെ മുഖത്തിലും, ഞാനിപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തിലും കഴുത്തിലും കയ്യിലും കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് എടുക്കുക. ഇപ്പോൾ ഞാൻ വളരെ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിലേ എടുത്തിട്ടുള്ളൂ, ബിക്കോസ് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളെ. അപ്പോൾ ഇതുപോലെ നല്ല മിക്സ് ചെയ്തെടുക്കാം. മിക്സി ഒരുപാട് അങ്ങ് കട്ടിയാവണ്ട. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് വെച്ചേക്കണം. ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചേക്കണം. അപ്പോൾ ആ പൂവിൻ്റെ പൗഡറൊക്കെ ആ പാലിലും റോസ് വാട്ടറിലും ഒക്കെ നല്ല പോലെ മിക്സ് ആകും. അപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ
ഞാൻ ഒരു പാക്ക് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കണ്ടോ നല്ല തിക്കായി അത് നല്ലപോലെ പിടിച്ച് ഊറിയിട്ടുണ്ട്. അപ്പോൾ കാച്ചാത്ത പാലാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ കാച്ചിയ പാലല്ല. ഇതിന് ശേഷം ഇത് നമ്മുടെ ഫേസിൽ പ്രത്യേകിച്ച് കരിവാളിപ്പുള്ള ആവാരംപൂ എന്ന് പറയുമ്പോൾ ചെറിയ ഒരു തരിതെടുപ്പ് കാണും. പക്ഷെ അത് സ്ക്രബിന്റെ എഫക്റ്റ് ഒന്നുമില്ല, നോർമൽ ആയിട്ടുള്ള ചെറിയ തരിതെടുപ്പേ ഉള്ളൂ. എടുത്തിട്ട് ഇതുപോലെ വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷെ അതുപോലെ ഞാൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഇട്ടങ്ങ് അമർത്തി റബ്ബ് ചെയ്യാൻ പാടില്ല. ചെറുതായിട്ട് ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഫേസ് ഫുള്ളായിട്ട് റബ്ബ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ മൂക്കിന്റെ ഒരു ഭാഗത്തും ഈ സൈഡുകളിലും, പ്രത്യേകിച്ച് നമുക്ക് വെയിലടിച്ചിട്ട് ഈ ഒരു ഭാഗത്തായിരിക്കും നല്ല കറുപ്പുണ്ടാകുന്നില്ല. നമ്മുടെ ഈ നെറ്റിയുടെ ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ വെയിലടിച്ച് ട്രാവലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അവിടെയൊക്കെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. സ്ക്രബ് ചെയ്ത് ഫേസ് ഫുള്ളും ഒരു ചെറിയ പ്രഷർ കൊടുത്ത് നല്ലപോലെ സ്ക്രബ് ചെയ്യുക. ഫേസ് നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസ് ആയിരിക്കണം. അല്ലാതെ അഴുക്ക് ഒക്കെ ഇരിക്കുന്ന ഫേസിലൊന്നും കൊണ്ടുപോയി നമ്മൾ ഒരു പാക്കും ഇടാൻ പാടില്ല. ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മൂലിക എന്ന് പറയത്തില്ല, അതായത് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇതാണ് ആവാരംപൂ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ല രീതിയിൽ സഹായിക്കും. ഇന്ന് നമ്മൾ ടാൻ പോകുന്നതിനുള്ളതാണ്. നാളത്തെ വീഡിയോയിൽ ഇത് സ്കിൻ വൈറ്റനിങ് ആയി വേണ്ടിയിട്ട് മാത്രം എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് നാളത്തെ വീഡിയോയിൽ പറയാം. ഇന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യാം. കണ്ടോ, ഇതുപോലെ ഞാൻ ഇപ്പോൾ ഫുള്ളായിട്ട് ഇടുന്നില്ല, ഇവിടെയൊക്കെ ആവുന്നു. ഇതുപോലെ ഫേസിൽ ഫുള്ളും സ്ക്രബ് ചെയ്ത് കൊടുക്കുക, കഴുത്തിലും സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് മീൻസ് ജസ്റ്റ് ഒന്ന് ഉരಸಿ കൊടുക്കുക. എന്നിട്ട് ഫേസ് ഫുള്ള് ഇട്ടതിന് ശേഷം നല്ല കൂൾ വാട്ടറിൽ, നമ്മുടെ പൈപ്പ് വാട്ടറിൽ നല്ലപോലെ കഴുകി തുടയ്ക്കാം. ഓക്കെ, ഇതൊന്ന് ഉണങ്ങി കഴുകിയിട്ട് ഞാൻ കാണിക്കാം. ഇപ്പം ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ അറിയും, ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്ലോ അറിയാൻ പറ്റും. ഞാനിപ്പോൾ വെളിയിലൊന്ന് പോയിട്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് വെയിൽ എനിക്കൊക്കെ ഭയങ്കര ഡള്ളായിട്ട് തോന്നി സ്കിന്ന്. നിങ്ങൾക്ക് ഇടുമ്പം തന്നെ ഡിഫറൻസ് അറിയാൻ പറ്റും. എന്ന് പറഞ്ഞ് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അല്ലാണ്ട് ചുമ്മാ നമുക്ക് കവിത ഒരു വീഡിയോ ഇട്ടു, ഇനിമേലെ ആ വീഡിയോ കണ്ടു, ഓക്കെ സൺടാൻ പോകും, ഇതിട്ട് കഴിഞ്ഞാൽ സൺടാൻ പോകും, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതിനെക്കുറിച്ച് അങ്ങ് മറന്നു പോകും. പിന്നെ അതിനെക്കുറിച്ച് ആരും ചെയ്യാറില്ല. ഇതാണ് നമ്മൾ സ്കിന്നിന്റെ കാര്യത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. നമ്മളൊന്ന് കാണും, ഇപ്പൊ എന്റെ വീഡിയോ എന്നല്ല, ഏത് വീഡിയോ ആയിരുന്നാലും ഒരുപാട് നല്ല വീഡിയോസ് ഒക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് കാണും, അതിന് ഓക്കെ ഇത് നല്ലതായിരിക്കും അല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് വിടും. പിന്നെ നമ്മൾ അതിനെങ്ങ് മറന്നു പോകും. അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രാവശ്യം ഇടും, പിന്നെ ഇടില്ല, പിന്നെ അതങ്ങ് പോകും. നമ്മൾ എപ്പോഴും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ആ സ്കിന്നിനെ ആ ഒരു സ്കിൻ ടോണിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ അടിക്കടി വെയിലത്ത് പോകുന്നവരാണ്. അപ്പോൾ പോയിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പോയിട്ട് വന്ന ഉടനെ, നിങ്ങൾ വെയിലത്ത് പോയിട്ട് വന്ന ഉടനെ ഫേസ് വാഷ് ചെയ്യുന്ന ഒരു ശീലം ഉള്ളവരാണെങ്കിൽ അത് ഫസ്റ്റിലെ മാറ്റണം. ചിലരുണ്ട് വെയിലത്ത് പോയിട്ട് ഓടി വന്ന് ഉടനെ ഫേസ് എല്ലാം വാഷ് ചെയ്ത്, അങ്ങനെ വാഷ് ചെയ്യാൻ പാടില്ല. വെയിലത്ത് പോയി വന്ന് അകത്ത് കുറച്ച് നേരം ഇരുന്ന് നമ്മുടെ ഫേസും ആ ബോഡി ടെമ്പറേച്ചറും ആ റൂം ടെമ്പറേച്ചറും ഒക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം മാത്രമേ എപ്പോഴും ഫേസ് കഴുകാൻ പാടുള്ളൂ കേട്ടോ. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ വെളിയിൽ പോകുമ്പോൾ നല്ല ഒരു സൺസ്ക്രീൻ, നിങ്ങളുടെ സ്കിൻ ടോണിന് പറ്റിയ ഒരു നല്ല സൺസ്ക്രീൻ. ഇപ്പോൾ ഈ വെയിൽ സമയമൊക്കെ ആയതുകൊണ്ട് SPF 40 ഉള്ള ഒരു സൺസ്ക്രീൻ വേണം നമ്മൾ വെളിയിൽ പോകുമ്പോൾ ഇടാനായിട്ട്. അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇട്ട് ഒരു 10-15 നിമിഷമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെളിയിൽ പോകാനും പാടുള്ളൂ. കൈകളിലും നമ്മുടെ വിസിബിൾ ആയിട്ട് കാണുന്ന എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുകയും വേണം കേട്ടോ. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. ക്യുക്കുംബർ, ഈ സമയത്ത് ഒരുപാട് ഇവിടെ ഒരു കുക്കുംബർ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഒരുപാട് കുക്കുംബർ നമ്മൾ കഴിക്കണം. കുക്കുംബർ, വെള്ളം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതെല്ലാം ധാരാളം കഴിക്കണം. ഇതൊക്കെ നമുക്ക് നല്ലപോലെ ഒരു സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ? ഇനി ഞാൻ ഈ ആവാരംപൂ വെച്ചിട്ട് നാളെ നിങ്ങൾക്ക് സ്കിൻ വൈറ്റനിങ് പാക്ക്, ഇതിപ്പോ നമുക്ക് ആ ഒരു സ്കിന്നിന്റെ കറുത്ത കരിവാളിപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഒരു സ്കിൻ വൈറ്റനിങ് പാക്ക് ഉണ്ട്, അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എല്ലാവരും പറഞ്ഞു തന്നതിനുള്ള സ്നേഹം എല്ലാവരും തന്നിട്ട് പോവുക മീൻസ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.